നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയ ഒരാളെ കണ്ടുമുട്ടിയപ്പോൾ അയാളെ വർഷങ്ങളായി അറിയാമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ആദ്യമായി പോയിട്ടും അവിടുത്തെ വഴികളും കാഴ്ചകളും നിങ്ങൾക്ക് നേരത്തെ തന്നെ പരിചിതമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ തികച്ചും മറ്റൊരാളായി ജീവിക്കുന്നതുപോലുള്ള ആവർത്തിച്ചുള്ള സ്വപ്നങ്ങൾ കാണാറുണ്ടോ? ഇവ കേവലം വിചിത്രമായ യാദൃശ്ചികതകളായിരിക്കണമെന്നില്ല. ചിലരുടെ വിശ്വാസമനുസരിച്ച് ഇവ കഴിഞ്ഞകാല ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളാകാം, നിങ്ങളുടെ ഇപ്പോഴത്തെ ബോധത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ചോർന്നെത്തുന്ന ഓർമ്മകളുടെ മിന്നലുകൾ. അല്ലെങ്കിൽ ഇവ നിങ്ങളുടെ ആത്മാവ് ഒരിക്കൽ നടന്നുപോയ വഴികളുടെ നിശബ്ദ പ്രതിധ്വനികളാകാം. പുരാതന ബുദ്ധമത ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മറിഞ്ഞിരിക്കുന്ന ഓർമ്മകളിലേക്ക് പ്രവേശിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയിരുന്നു. നിങ്ങളാകുന്നതിനു മുമ്പ് ആരായിരുന്നു എന്നതിൻ്റെ രഹസ്യകഥകൾ എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തുടങ്ങുന്നതിനു മുമ്പ് ഒരു നിമിഷം, നിങ്ങൾക്കൊരിക്കലെങ്കിലും വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു സ്വപ്നം, ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരാളെ കണ്ട നിമിഷം തന്നെ പരിചിതനായി തോന്നിയ അനുഭവം. അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെയുള്ള കമന്റിൽ യെസ് എന്ന് രേഖപ്പെടുത്തൂ. ശരി, ഇനി വിഷയത്തിലേക്ക് വരാം. നിങ്ങളുടെ ഈ ജന്മത്തിനു മുമ്പ് നിങ്ങളുടെ ആത്മാവ് ഡസൻ കണക്കിന്, നൂറുകണക്കിന്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തു തോന്നും? ബുദ്ധമത പഠനങ്ങളിൽ മരണം ശേഷം നിങ്ങളുടെ ബോധം അപ്രത്യക്ഷമാകുന്നില്ല. അതതിൻ്റെ യാത്ര തുടരുന്നു. തൻ്റെ ജ്ഞാനോദയവേളയിൽ ബുദ്ധന് തൻ്റെ മുൻകാല ജീവിതങ്ങളെ കാണാനുള്ള കഴിവ് ലഭിച്ചു. ഉണർവിൻ്റെ 3 അറിവുകളുടെ ഭാഗമായി നൂറുകണക്കിന് കഴിഞ്ഞകാല നിലനിൽപ്പുകൾ വെളിപ്പെടുത്തിയ ഒരാത്മീയ ഉൾക്കാഴ്ചയായിരുന്നു അത്. ആ മൂടിവിടത്തിന് പിന്നിലേക്ക് ഒന്ന് നോക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തിയേക്കാമെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഇതിനു മുമ്പ് ജീവിച്ചതിൻ്റെ സൂചനകൾ, ഗവേഷകരെ ഞെട്ടിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ, നിങ്ങളുടെ മുൻകാല നിലനിൽപ്പുകളെക്കുറിച്ച് ചെറിയൊരു കാഴ്ച നൽകുന്ന യഥാർത്ഥ സാങ്കേതിക വിദ്യകൾ, ഇവയെല്ലാം നമ്മൾ കൂടുതൽ ആഴത്തിൽ അറിയാൻ പോകുന്നു. അതുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാകുക. കാരണം നിങ്ങൾ ഇന്ന് ആരാണെന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഇതിഹാസ കഥയിലെ ഏറ്റവും പുതിയ അധ്യായം മാത്രമാണ്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ മരിക്കുകയും പിന്നീട് ജനിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. പലരും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ കൃത്യമായ വ്യക്തിത്വമോ ആത്മാവോ ഒരു പുതിയ ശരീരത്തിലേക്ക് ചാടുന്നു എന്ന് ബുദ്ധമതം പഠിപ്പിക്കുന്നില്ല. അത് നിങ്ങളുടെ ബോധം അതിൻ്റെ യാത്ര തുടരുന്നത് പോലെയാണ്. നിങ്ങളുടെ മുൻകാല പ്രവൃത്തികളെല്ലാം അത് പുറത്തെടുക്കുകയാണ്. ഇങ്ങനെയൊന്ന് ചിന്തിക്കൂ. ഒരു മെഴുകുതിരിയിൽ നിന്ന് നിങ്ങൾ മറ്റൊരു മെഴുകുതിരി കൊളുത്തുകയാണെങ്കിൽ അത് അതേ ജ്വാല തന്നെയാണോ? കൃത്യമായല്ല, എന്നാൽ അവിടെ ഒരു നേരിട്ടുള്ള ബന്ധമുണ്ട്. ബുദ്ധൻ ഇതിനെ പ്രതീത്യ സമുത്പാദം അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഒറിജിൻ എന്ന് വിളിച്ചു. ഒന്നും സ്വതന്ത്രമായി ഉണ്ടാകുന്നില്ല, എല്ലാം അതിനു മുമ്പ് വന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബുദ്ധന്റെ ഉപദേശങ്ങൾ പ്രകാരം ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവൃത്തികളായി മാറുന്നു, പ്രവൃത്തികൾ ശീലങ്ങളായി രൂപപ്പെടുന്നു, ശീലങ്ങൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നു. ഇത് നിങ്ങളുടെ നിലവിലെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, ഈ പാറ്റേണുകൾ പല ജീവിതങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ ആവേശകരമാകുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവിതങ്ങളിൽ നിന്നുള്ള പ്രത്യേക ദിലിവുകൾ ഓർമ്മിച്ചെടുത്ത ആളുകളെക്കുറിച്ച് പുരാതന ബുദ്ധമത ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നു. അതിൽ ഏറ്റവും പ്രസിദ്ധൻ ബുദ്ധൻ തന്നെയാണ്. തൻ്റെ ജ്ഞാനോദയത്തിൻ്റെ രാത്രിയിൽ തൻ്റെ മുൻകാല ജീവിതങ്ങളെല്ലാം കാണാനുള്ള കഴിവ് അദ്ദേഹം ലഭിച്ചു. മൃഗങ്ങളായും വിവിധ സാമൂഹിക തലങ്ങളിലുള്ള മനുഷ്യരായും ദിവ്യജീവികളായും ജീവിച്ചതിനെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. ഇത് കേവലം പുരാതന ചരിത്രം മാത്രമല്ല. ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ എന്ന സൈക്യാട്രിസ്റ്റ് കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്നുള്ള കൃത്യമായ ദിലിവുകൾ ഓർമ്മിച്ചെടുത്ത കുട്ടികളുടെ 3000-ലധികം കേസുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തങ്ങൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത പട്ടണങ്ങളെ കൃത്യമായി വിവരിക്കാൻ കഴിയുന്ന കുട്ടികൾ, ചിലർക്ക് തങ്ങളുടെ മുൻകാല ജീവിതത്തിലെ മരണത്തിന് കാരണമായ മാരക മുറിവുകളോട് പൊരുത്തപ്പെടുന്ന ജനന അടയാളങ്ങൾ വരെ ഉണ്ടായിരുന്നു. നിങ്ങളെന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. ഇത് ഭ്രാന്താണെന്ന് തോന്നുന്നു, അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് സ്വാഭാവികമായി വന്ന ഏതെങ്കിലും വിചിത്രമായ കഴിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പ്രത്യേക സംസ്കാരത്തിലേക്കോ കാലഘട്ടത്തിലേക്കോ ആകർഷിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ? വെറുമൊരു മസ്തിഷ്ക തകരാറിനുമപ്പുറം തീവ്രമായ ദേജാവ്യൂ അനുഭവിച്ചിട്ടുണ്ടോ? ദേജാവ്യൂ എന്നത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മുൻപ് തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്ന തോന്നൽ നൽകുന്ന ഒരു മാനസിക അനുഭവമാണ്. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അതേ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിലെ പ്രതിധ്വനികളായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്. അടുത്ത ചാപ്റ്ററിൽ ബോധത്തെക്കുറിച്ച് തങ്ങൾക്കറിയാമെന്ന് കരുതിയതെല്ലാം തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞരെ പോലും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തെളിവുകൾ നമ്മൾ വിശകലനം ചെയ്യും.
നമുക്ക് തെളിവുകളിലേക്ക് കടക്കാം. എന്നെ വിശ്വസിക്കൂ, ഇതിൽ ചിലത് നിങ്ങളുടെ മനസ്സിനെ അത്ഭുതപ്പെടുത്തും. ലൂസിയാനയിൽ നിന്നുള്ള ജെയിംസ് ലൈനിങ്ങർ എന്ന കൊച്ചുപാലന്റെ കേസെടുക്കാം. 2 വയസ്സുണ്ടായിരുന്നപ്പോൾ അവന് വിമാനാപകടത്തെക്കുറിച്ച് ഭയാനകമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. വിമാനത്തിന് തീപിടിച്ചു, അനേകം മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്നവൻ അലറി വിളിച്ചു. പകൽ നേരത്തെ അവൻ 2ാം ലോക മഹായുദ്ധത്തിലെ വിമാനങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ പറഞ്ഞു. അതവന്റെ മാതാപിതാക്കളെ അത്ഭുതപ്പെടുത്തി. അവർ അവനൊരു മാപ്പ് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഇവോ ജിമയിലേക്ക് ചൂണ്ടി പറഞ്ഞു, അവിടെയാണ് എൻ്റെ വിമാനം തകർന്നു വീണത്. ആദ്യം സംശയിച്ചിരുന്ന അവൻ്റെ അച്ഛൻ ജെയിംസ് തൻ്റെ വിമാനത്തിന് കോർസെയർ എന്നും തൻ്റെ എയർക്രാഫ്റ്റ് കാരിയറിന് നാറ്റോമ ബേ എന്നും പേരിട്ടതും ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് തൻ്റെ സഹപൈലറ്റ് സുഹൃത്തുക്കളെ തിരിച്ചറിഞ്ഞതുമൊക്കെ ഒരു വിശ്വാസിയായി മാറി. ചരിത്രപരമായി കൃത്യമായ ഈ വിവരങ്ങളൊന്നും ഒരു കൊച്ചുകുട്ടിക്ക് അറിയാൻ കഴിയില്ല. ജെയിംസിന്റെ ദുസ്വപ്നങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അവൻ അലറി വിളിച്ചുകൊണ്ടുണരുമായിരുന്നു. തൻ്റെ കിടപ്പുമുറിയുടെ മേൽക്കുരയിലേക്ക് ചവിട്ടുമായിരുന്നു, കത്തുന്ന കോക്പിറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുപോലെ. വർഷങ്ങളുടെ ഗവേഷണത്തിനു ശേഷം അത്ഭുതപ്പെട്ട അവൻ്റെ മാതാപിതാക്കൾ ആ കുട്ടി വിവരിച്ചതുപോലെ കൃത്യമായി മരിച്ച ജെയിംസ് ഹ്യൂസ്റ്റൺ ജൂനിയർ എന്ന പൈലറ്റിന്റെ പുനർജന്മമാണവനെന്ന് തെളിവ് കണ്ടെത്തി. ഇനി ബുദ്ധമത ആർക്കൈവുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിബറ്റിലെ ഒരു പെൺകുട്ടിയുടെ കേസ് പരിഗണിക്കുക. അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ അന്തരിച്ച ഒരു കന്യാസ്ത്രീയുടെ വസ്തുവകകൾ കൃത്യമായി തിരിച്ചറിയുകയും ആ കന്യാസ്ത്രീക്ക് മാത്രം അറിയാവുന്ന രഹസ്യ വിവരങ്ങൾ അറിയുകയും ചെയ്തു. കന്യാസ്ത്രീയുടെ പ്രാർത്ഥനമാലകൾ സമാനമായ മറ്റുള്ളവയുമായി കലർത്തി സന്യാസിമാർ അവളെ പരീക്ഷിച്ചു. അവൾ ഉടൻ തന്നെ ശരിയായ മാല തിരഞ്ഞെടുത്തു പറഞ്ഞു, ഇവ എൻ്റെ മുൻകാല ജീവിതത്തിൽ എൻ്റേതായിരുന്നു. വെർജീനിയ സർവകലാശാലയിലെ ഡോക്ടർ ജിം ടക്കർ കഴിഞ്ഞകാല ജീവിത സ്മരണകളുള്ള കുട്ടികളുടെ 2500-ലധികം കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ ഭൂരിഭാഗവും 2നും 4നും ഇടയിൽ പ്രായമുള്ളപ്പോൾ തങ്ങളുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അവർ ഈ ആശയങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിനു മുൻപ് തന്നെ 7 വയസ്സാകുമ്പോഴേക്കും ഈ ഓർമ്മകൾ സാധാരണയായി അപ്രത്യക്ഷമാകും. പൂർണ്ണമായി രൂപപ്പെട്ടിട്ടില്ലാത്ത യുവമനസ്സ് മുൻപ് സംഭവിച്ചതുമായുള്ള ഒരു ബന്ധം നിലനിർത്തുന്നതായി തോന്നുന്നു. ശാസ്ത്രീയ വീക്ഷണകോണിൽ ബോധമെന്നത് ഏറ്റവും വലിയ നിഗൂഢതയായി തുടരുന്നു. ബോധത്തിൻ്റെ കഠിനമായ പ്രശ്നം മസ്തിഷ്കത്തിലെ ഭൗതിക പ്രക്രിയകൾ എങ്ങനെ വ്യക്തിഗത അനുഭവം സൃഷ്ടിക്കുന്നു എന്നത് ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. റോജർ പെൻറോസിനെ പോലുള്ള ചില ക്വാണ്ടം ഭൗതികശാസ്ത്രജ്ഞർ സൂചിപ്പിക്കുന്നത് ബോധം ഒരു ക്വാണ്ടം തലത്തിൽ നിലനിന്നേക്കാമെന്നാണ്. ഇത് ഭൗതിക മരണത്തെ അതിജീവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ബുദ്ധമത വീക്ഷണകോണിൽ ബോധം തലച്ചോറിൽ നിന്നല്ല ഉണ്ടാകുന്നത്. തലച്ചോർ ഒരു റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കുന്നതുപോലെ ബോധത്തെ സ്വീകരിക്കുന്ന ഒരു റിസീവർ പോലെയാണ്. ലങ്കാവതാര സൂത്രത്തിൽ ബുദ്ധൻ ബോധത്തെ നിരന്തരം ഉയരുകയും താഴുകയും ചെയ്യുന്ന തിരമാലകളുള്ള ഒരു സമുദ്രത്തോട് ഉപമിച്ചു. നിങ്ങളുടെ നിലവിലെ ജീവിതം ഈ വിശാലമായ ബോധത്തിൻ്റെ സമുദ്രത്തിലെ ഒരു തിരമാല മാത്രമാണ്. ഇനി ഇതിനെ സംശയിക്കുന്നവർ പറഞ്ഞേക്കാം ഇവ കേവലം യാദൃശ്ചികതകളോ തെറ്റായ ഓർമ്മകളോ ആണെന്ന്. എന്നാൽ ഒരു 3 വയസ്സുകാരിക്ക് അവൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു മൃതഭാഷ സംസാരിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് റിഗ്രഷൻ ചെയ്യുന്ന ഒരാൾ അവർക്കൊരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത ചരിത്രാത്മക വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിനെ തള്ളിക്കളയുക കൂടുതൽ പ്രയാസകരമാകും. നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. അന്ധമായി അംഗീകരിക്കുന്നതിന് പകരം ചോദ്യം ചെയ്യാനാണ് ബുദ്ധൻ സ്വയം പ്രോത്സാഹിപ്പിച്ചത്. പാരമ്പര്യമായതുകൊണ്ടോ ആദരണീയനായ ഒരു അധ്യാപകൻ പഠിപ്പിച്ചതുകൊണ്ടോ ഒന്നിനെയും വിശ്വസിക്കരുത്. പകരം അത് സ്വയം നിരീക്ഷിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. ഈ വീഡിയോയിലുടനീളം ഏറ്റവും കർശനമായ ഗവേഷകരെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയ തെളിവുകൾ പരിഗണിക്കുമ്പോഴും ആ ആരോഗ്യകരമായ സംശയം നിലനിർത്താൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ വിഷയത്തിൽ ഏറ്റവും ആകർഷകമായ തെളിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയായിരിക്കാം. ജനനം മുതൽ നിങ്ങളോടൊപ്പമുള്ള വിശദീകരിക്കാനാകാത്ത ഭയങ്ങൾ, കഴിവുകൾ, ആകർഷണങ്ങൾ. അവ എവിടെ നിന്നാണ് വന്നത്? അടുത്ത അധ്യായത്തിൽ നിങ്ങൾ വ്യക്തിപരമായി മുൻകാല ജീവിതങ്ങളിൽ നിന്നുള്ള ഓർമ്മകൾ പേറുന്നുണ്ടെന്നതിൻ്റെ ലക്ഷണങ്ങൾ പരിശോധിക്കും. ഇനി നമുക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തുണ്ടുകൾ പേറുന്നുണ്ടെന്ന് എങ്ങനെ അറിയാം? ബുദ്ധമത അധ്യാപകരും ആധുനിക ഗവേഷകരും ഒരുപോലെ അംഗീകരിക്കുന്ന 7 ലക്ഷണങ്ങളിതാ. ഒന്നാമതായി, വിശദീകരിക്കാനാകാത്ത ഫോബിയകൾ. നീന്തുമ്പോൾ ഒരിക്കലും ഒരു മോശം അനുഭവമില്ലാതെയും വെള്ളത്തോടുള്ള ഭയം, വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ ഉയരത്തോടുള്ള ഭീതി. ബുദ്ധമത ധാരണയിൽ ഇവ നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ മരിച്ചു എന്നതിൻ്റെ മുദ്രകളായിരിക്കാം. ടിബറ്റൻ ബുക്ക് ഓഫ് ദി ഡെഡ് വിവരിക്കുന്നത് മരണത്തിൻ്റെ നിമിഷം ശക്തമായ കർമ്മമുദ്രകൾ സൃഷ്ടിക്കുന്നു എന്നാണ്. മുങ്ങിമരിച്ച ഒരാൾ വെള്ളത്തോടുള്ള സഹജമായ ഭയത്തോടെ വീണ്ടും ജനിക്കും. രണ്ടാമതായി, നിങ്ങൾ തികച്ചും മറ്റൊരാളായ ആവർത്തിച്ച സ്വപ്നങ്ങൾ. ഇവ കേവലം റാൻഡം മസ്തിഷ്ക പ്രവർത്തനങ്ങളല്ല.
ഈ സ്വപ്നങ്ങളിൽ നിങ്ങൾ അപരിചിതമായ വസ്ത്രങ്ങൾ ധരിച്ചേക്കാം, നിങ്ങൾ ഒരിക്കലും പഠിക്കാത്ത ഭാഷകൾ സംസാരിച്ചേക്കാം, അല്ലെങ്കിൽ വിചിത്രമായി സ്വന്തം വീട് പോലെ തോന്നുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചേക്കാം. ബുദ്ധമത സ്വപ്നയോഗ പ്രാക്ടീഷണർമാർ ഇവയെ ജീവിതങ്ങൾക്കിടയിലെ ഏറ്റവും വിശ്വസനീയമായ ജാലകങ്ങളായി കണക്കാക്കുന്നു. അസാധാരണമായ വ്യക്തതയോടെയോ വൈകാരിക തീവ്രതയോടെയോ ആവർത്തിക്കുന്ന സ്വപ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നിങ്ങൾ വ്യത്യസ്ത ശാരീരിക സവിശേഷതകളുള്ള, വ്യത്യസ്ത കാലഘട്ടത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്കില്ലാത്ത കഴിവുകളുള്ള സ്വപ്നങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഉറക്കത്തിൽ മനസ്സ് ചില സമയങ്ങളിൽ നിങ്ങളുടെ നിലവിലെ വ്യക്തിത്വത്തെ പാസ്റ്റ് വ്യക്തിത്വങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന തടസ്സങ്ങൾക്കിടയിലൂടെ വഴുതിമാറുന്നു. മൂന്നാമതായി, പെട്ടെന്നുള്ള തിരിച്ചറിവ്. ചില ആളുകളെ ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ തന്നെ അവരെ വർഷങ്ങളായി അറിയാമെന്നൊരു വിചിത്രമായ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ഒരാളോട് അടുപ്പമോ അകൽച്ചയോ തോന്നിയിട്ടുണ്ടോ? ബുദ്ധമതത്തിൽ പ്രതീത്യ സമുത്പാദം അഥവാ ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്ന ആശയം പറയുന്നത് ഈ ലോകത്ത് ഒന്നും കാരണമില്ലാതെ സംഭവിക്കുന്നില്ല എന്നാണ്. ചില ആത്മീയ വിശ്വാസങ്ങൾ പ്രകാരം നമ്മൾ കണ്ടുമുട്ടുന്ന ചില ആളുകളുമായുള്ള ബന്ധങ്ങൾ മുൻ ജന്മങ്ങളിലേക്കും നീണ്ടുകിടക്കാം. ഇത് വിശദീകരിക്കാൻ ഒരു അനുഭവ കഥ കേൾക്കാം. തായ്ലൻഡിൽ ധ്യാന പരിശീലനത്തിനിടെ രമേശ് എന്നൊരാൾ ഒരു ധ്യാനഗുരുവിനെ കണ്ടുമുട്ടി. ആദ്യ നിമിഷം തന്നെ ഇരുവർക്കും പരസ്പരം പരിചിതരാണെന്ന ശക്തമായ തോന്നലുണ്ടായി. എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നെങ്കിലും അവർ മുൻപെവിടെയോ കണ്ടുമുട്ടിയവരാണെന്നൊരു ബോധ്യം രമേശിനെ വിട്ടുമാറിയില്ല. പിന്നീട് അവരുടെ സൗഹൃദം കൂടുതൽ ആഴത്തിലായി. ഒരുപക്ഷേ നിങ്ങളും ഇതുപോലൊരു അനുഭവം നേരിട്ടിട്ടുണ്ടാകാം. ആദ്യമായി കണ്ടുമുട്ടിയ ഒരാൾ ഏറെക്കാലമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് തോന്നിയ നിമിഷം. നാലാമതായി, പഠിക്കാത്ത അറിവുകൾ അല്ലെങ്കിൽ കഴിവുകൾ. പരിശീലനമില്ലാതെ സങ്കീർണമായ സംഗീത ശകലങ്ങൾ വായിക്കാൻ കഴിയുന്ന കുട്ടികൾ, തങ്ങൾ ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത ഭാഷകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ, കഴിവുകളെ മുൻകാല ജീവിതങ്ങളിൽ നട്ട വിത്തുകളായാണ് ബുദ്ധൻ വിശേഷിപ്പിച്ചത്. സാഹചര്യങ്ങൾ അനുയോജ്യമാകുമ്പോൾ അവ വിരിയുന്നു. അഞ്ചാമതായി, തീവ്രമായി യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന ദെജാവു അനുഭവങ്ങൾ. ജീവിതങ്ങൾക്കിടയിലുള്ള ഓർമ്മ ചോർച്ചയായാണ് ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഇതിനെ വിവരിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു ശക്തമായ നിമിഷത്തിന് സമാനമായ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുമ്പോൾ ജീവിതങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ താൽക്കാലികമായി മെലിയുന്നു. ആറാമതായി, കഴിഞ്ഞകാല ജീവിതത്തിലെ മുറിവുകളോട് പൊരുത്തപ്പെടുന്ന ജനന അടയാളങ്ങൾ അല്ലെങ്കിൽ ശാരീരിക സവിശേഷതകൾ. ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ അദ്ദേഹത്തിന്റെ കൃതികൾ ഇപ്പോഴും തർക്കത്തിലാണെങ്കിലും കുട്ടികൾക്ക് മുൻകാല ജീവിതത്തിൽ ഉണ്ടായതായി പറയപ്പെടുന്ന മുറിവുകളോട് പൊരുത്തപ്പെടുന്ന ജനന അടയാളങ്ങൾ ഉള്ള കേസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൗതുകകരമാണെങ്കിലും ഈ ഗവേഷണം താൽപ്പര്യവും ആരോഗ്യകരമായ സംശയവും ഒരുപോലെ ക്ഷണിച്ചു വരുത്തുന്നു. ജീവിതങ്ങൾക്കിടയിലെ ബന്ധിക്കുന്ന ബോധത്തെക്കുറിച്ചുള്ള ഗണ്ഡാബ എന്ന ബുദ്ധമത ആശയം സൂചിപ്പിക്കുന്നത് ശക്തമായ ശാരീരിക ആഘാതങ്ങൾ പുതിയ ശരീരത്തിൽ പതിയാൻ സാധ്യതയുണ്ട് എന്നാണ്. ഏഴാമതായി, ചില സംസ്കാരങ്ങളോടോ കാലഘട്ടങ്ങളോടോ സ്ഥലങ്ങളോടോ ഉള്ള വിശദീകരിക്കാനാവാത്ത ആകർഷണം. എന്തുകൊണ്ടാണെന്നറിയാതെ പുരാതന ഈജിപ്തിലേക്ക് നിഗൂഢമായി ആകർഷിക്കപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ജാപ്പനീസ് സംസ്കാരം നിങ്ങളുടെ സ്വന്തം സംസ്കാരത്തേക്കാൾ കൂടുതൽ വീട് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ പ്രധാനപ്പെട്ട കഴിഞ്ഞുപോയ ജീവിതങ്ങൾ ചിലവഴിച്ച സ്ഥലങ്ങളാണിത് എന്ന് ബുദ്ധമത അധ്യാപകർ പറയുന്നു. ആ സ്ഥലങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്നിട്ടും പുരാതന ഈജിപ്തിനോടോ മധ്യകാല ജപ്പാനിനോടോ അല്പം അമിതമായി താൽപ്പര്യമുള്ള വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുപോയ ജീവിതത്തിന്റെ ചോർച്ചയാണ് അനുഭവിക്കുന്നത്. ക്ഷമിക്കുക, ഇത് വെറും ഒരു വിചിത്രമായ സ്വഭാവവിശേഷം മാത്രമല്ല. മുൻകാല ജീവിതത്തിൽ നിങ്ങളൊരു നികുതി പിരിവുകാരനായിരുന്നുവെന്ന് കണ്ടെത്തുന്നതിനേക്കാൾ നല്ലതാണിത് എന്ന് ഞാൻ കരുതുന്നു. ചില കഴിഞ്ഞുപോയ ജീവിതങ്ങൾ തീർച്ചയായും മറ്റുള്ളവയേക്കാൾ മികച്ചതാണ്. നിങ്ങൾ ആരായിരുന്നു എന്നതിലേക്ക് നയിക്കുന്ന വഴിവിളക്കുകളായിരിക്കാം ഈ വ്യക്തിപരമായ നിഗൂഢതകൾ. അപ്പോൾ ഈ ലക്ഷണങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾക്കുണ്ട്? ഒന്നോ രണ്ടോ യാദൃച്ഛികതയായിരിക്കാം. എന്നാൽ പലതും നിങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്നുള്ള പ്രതിധ്വനികൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. എന്നാൽ അവ തിരിച്ചറിയുന്നത് മാത്രം പോരാ. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഓർമ്മകളിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞാലോ? അടുത്ത അധ്യായത്തിൽ ജീവിതങ്ങൾക്കിടയിലുള്ള മൂടുപടം ഖേദിക്കാൻ ബുദ്ധമത പരിശീലകർ നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ ഞാൻ പങ്കുവയ്ക്കാം. ഇനി നിങ്ങൾ കാത്തിരുന്ന കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് എങ്ങനെ ഈ കഴിഞ്ഞകാല ജീവിത ഓർമ്മകളിലേക്ക് പ്രവേശിക്കാം? ആർക്കും പരീക്ഷിക്കാവുന്ന പുരാതന ബുദ്ധമത രീതികളും ആധുനിക പൊരുത്തപ്പെടുത്തലുകളും നമുക്ക് പര്യവേക്ഷിക്കാം.
ബുദ്ധൻ പുബ്ബേനിവാസാനുസതിജ്ഞാനം എന്ന് വിളിക്കുന്ന ഒരു ധ്യാന സമീപനം പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർമ്മിക്കുന്നതിനുള്ള അറിവ്. തന്റെ ജ്ഞാനോദയത്തിന്റെ രാത്രിയിൽ തന്റെ മുൻകാല നിലനിൽപ്പുകളെല്ലാം കാണാൻ അദ്ദേഹം ഇതുപയോഗിച്ചു. ഇതിൽ പൂർണ്ണ വൈദഗ്ധ്യം നേടുന്നതിന് വർഷങ്ങളുടെ ധ്യാന പരിശീലനം വേണ്ടി വന്നേക്കാം. എങ്കിലും തുടക്കക്കാർക്കായി നമുക്ക് ചില ഘടകങ്ങൾ പൊരുത്തപ്പെടുത്താം. നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒരു ലളിതമായ പതിപ്പിത. നിങ്ങളെ ശല്യമില്ലാത്ത ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക. നിങ്ങളുടെ നട്ടെല്ല് നേരെയാക്കി സുഖമായി ഇരിക്കുക. സ്വയം കേന്ദ്രീകരിക്കാൻ 3 തവണ ദീർഘമായി ശ്വാസമെടുക്കുക. ഇനി നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതുവരെ ഏകദേശം 5 മിനിറ്റ് നിങ്ങളുടെ സ്വാഭാവിക ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്ന, എന്നാൽ വിശദീകരിക്കാനാകാത്ത എന്തെങ്കിലും മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരുപക്ഷെ ആവർത്തിച്ചുള്ള ഒരു സ്വപ്നം, വിശദീകരിക്കാനാകാത്ത ഒരു ഭയം, അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിക്കപ്പെടുന്ന ഒരു സ്ഥലം. ഇത് നിങ്ങളുടെ അവബോധത്തിൽ സൗമ്യമായി പിടിച്ചുകൊണ്ട് സ്വയം ചോദിക്കുക, ഞാനിതെപ്പോഴാണ് ഇതിനു മുൻപ് അനുഭവിച്ചത്? ഉത്തരങ്ങൾക്കായി നിർബന്ധിക്കരുത്. തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. നിങ്ങളിത് സ്വയം പരീക്ഷിക്കുമ്പോൾ ദ്രാമകീയ ദൃശ്യങ്ങൾക്കായി നിർബന്ധിക്കരുത്. പലപ്പോഴും കഴിഞ്ഞകാല ജീവിത ഓർമ്മകൾ സൂക്ഷ്മമായ വികാരങ്ങളോ ഇംപ്രഷനുകളോ ആയാണ് ആരംഭിക്കുന്നത്. ഒരു പരിചിതമായ സുഗന്ധം, ഒരു പ്രത്യേക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു വികാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചിത്രമായ പ്രാധാന്യമുള്ളതായി തോന്നുന്ന ഒരു മിന്നൽ ചിത്രം. ചിന്തകളോ ചിത്രങ്ങളോ ഉയർന്നുവരുമ്പോൾ അവയെ വിധി കൽപ്പിക്കാതെ നിരീക്ഷിക്കുക. നിങ്ങൾ അപരിചിതമായ സ്ഥലങ്ങളുടെ മിന്നലാട്ടങ്ങൾ കണ്ടേക്കാം. നിങ്ങൾ തിരിച്ചറിയാത്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ അനുഭവിച്ചേക്കാം, അല്ലെങ്കിൽ സംഭാഷണങ്ങളുടെ തുണ്ടുകൾ കേട്ടേക്കാം. ഇവ കഴിഞ്ഞകാല ജീവിത ഓർമ്മകളുടെ തുണ്ടുകൾ ഉപരിതലത്തിലേക്ക് വരാൻ തുടങ്ങുന്നതായിരിക്കാം. മറ്റൊരു ശക്തമായ സാങ്കേതികവിദ്യ ടിബറ്റൻ ബുദ്ധമതത്തിൽ നിന്ന് വരുന്നു. ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള നിമിഷത്തിൽ ശ്രദ്ധിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ടിബറ്റൻ ബുക്ക് ഓഫ് ദ ഡെഡ് എന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ സമീപകാല വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചതുപോലെ ഈ പരിവർത്തനാവസ്ഥകളെ ബാർദോകൾ എന്ന് വിളിക്കുന്നു. മരണവും പുനർജന്മവും തമ്മിലുള്ള ബാർദോ സാധാരണ യാഥാർത്ഥ്യത്തിനപ്പുറമുള്ള കാഴ്ചകൾ നൽകുന്നതുപോലെ ഉണർവിനും ഉറക്കത്തിനുമിടയിലുള്ള ബാർദോ സമാനമായൊരു കടവൽ സൃഷ്ടിക്കുന്നു. ഈ സന്ധ്യാവസ്ഥ നിങ്ങളുടെ നിലവിലെ ജീവിതവും മുൻകാല ജീവിതങ്ങളും തമ്മിലുള്ള മൂടുപടം ഇല്ലാതാക്കുമെന്ന് ടിബറ്റൻ സ്വപ്നയോഗികൾ വിശ്വസിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും ഉണർന്നിരിക്കുകയോ പൂർണ്ണമായും ഉറങ്ങുകയോ ചെയ്യാത്ത നിമിഷത്തിൽ നിങ്ങളുടെ ബോധത്തിന് കഴിഞ്ഞകാല ജീവിതങ്ങളുടെ അരുവിയിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രവേശിക്കാം. നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ കാണിച്ചു തരാൻ നിശബ്ദമായി ആവശ്യപ്പെടുകയും അവബോധത്തിൽ നിന്നുള്ള നേരിയ ഒരു നൂലില നിലനിർത്തുകയും ചെയ്യുക. നിങ്ങൾ ഉണരുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഉൾക്കാഴ്ചകൾ രേഖപ്പെടുത്താൻ നിങ്ങളുടെ കിടക്കക്കരികിൽ ഒരു ഡയറി സൂക്ഷിക്കുക. ഈ പരിശീലനം പ്രവർത്തിക്കുന്നത് ബോധം ഒരു തുടർച്ചയായി നിലനിൽക്കുന്നതുകൊണ്ടാണ്. മരണബാർദോയിലൂടെ സഞ്ചരിക്കുന്ന അതേ അവബോധം നമ്മൾ ദിനംപ്രതി അനുഭവിക്കുന്ന ഈ മിനി ബാർദോകളിലേക്ക് കടന്നുവരാൻ കഴിയും. ആ വീഡിയോയിലെ ധ്യാന പരിശീലനങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിശീലനത്തിനുള്ള അടിത്തറ നിങ്ങൾക്ക് നേരത്തെയുണ്ട്. കൂടുതൽ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നവർക്ക് പരിശീലനം നേടിയ ഒരു പ്രൊഫഷണലിനൊപ്പമുള്ള പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഫലപ്രദമാകാം. ഇത് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധമത പരിശീലനമല്ലെങ്കിലും ശാസ്ത്രവൃത്തങ്ങളിൽ അല്പം വിവാദമാണെങ്കിലും റിഗ്രഷൻ ചിലപ്പോൾ പുനർജന്മത്തെക്കുറിച്ചുള്ള ബുദ്ധമത ധാരണകളുമായി പൊരുത്തപ്പെടുന്ന ഉൾക്കാഴ്ചകൾ നൽകാം. തുറന്ന മനസ്സോടെ, എന്നാൽ വിവേചന ബുദ്ധിയോടെയും ഇതിനെ സമീപിക്കണം. സൗമ്യമായ ഹിപ്നോസിസിലൂടെ നിങ്ങളുടെ നിലവിലെ ജീവിതത്തിലൂടെയും അതിനപ്പുറത്തും മുൻകാല നിലനിൽപ്പുകളിലേക്ക് നിങ്ങളെ നയിക്കുന്നു. എങ്കിലും ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. ചിലപ്പോൾ ജീവിതങ്ങൾക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നല്ല കാരണങ്ങൾ കൊണ്ടാണ്. ചില ഓർമ്മകൾ മറഞ്ഞിരിക്കുന്നത് അവ നമ്മെ അടിച്ചമർത്തുകയോ നമ്മുടെ നിലവിലെ ജീവിതത്തിന്റെ പ്രദേശത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്തേക്കാമെന്നാണ്. അപ്പോൾ ബുദ്ധൻ മാർഗനിർദ്ദേശം നൽകുന്നു. ഈ പരിശീലനത്തിനിടയിൽ നിങ്ങൾക്ക് പ്രതിരോധമോ വിഷമമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ അതിരുകളെ ബഹുമാനിക്കുക. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും നിങ്ങളുടെ നിലവിലെ ജീവിതത്തിന് സഹായകമാകണമെന്നില്ല. നിങ്ങൾ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തിയാൽ ബുദ്ധമത പാരമ്പര്യം മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. കഴിഞ്ഞകാല ജീവിതങ്ങൾ അറിയുന്നതിൻ്റെ ഉദ്ദേശം അവയിൽ ജീവിക്കാനല്ല, മറിച്ച് അബോധാവസ്ഥയിലുള്ള പാറ്റേണുകളിൽ നിന്നും സ്വയം മുക്തനാകാനാണ്. അനിത്യതയുടെ ജ്ഞാനം പ്രയോഗിക്കുക. എന്ത് സംഭവിച്ചാലും അതിപ്പോൾ സംഭവിക്കുന്നില്ല. ആ അനുഭവങ്ങൾ ആവർത്തിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല. നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, ഇത് ഓർമ്മയല്ല, ഭാവന പോലെയാണ് തോന്നുന്നത്. ബുദ്ധൻ ഈ ആശങ്കയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഭാവനയും ആത്മീയ ഉൾക്കാഴ്ചയും തമ്മിലുള്ള വര നേർത്തതാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. നിങ്ങളുടെ അനുഭവത്തെ വിശ്വസിക്കുക, എന്നാൽ ശരിയായ സതി, മൈൻഡ്ഫുൾനെസ് നിലനിർത്തുക. ഉയർന്നു വരുന്നതിനോട്
അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിരീക്ഷിക്കാനുള്ള കഴിവ്. ലക്ഷ്യം കേവലം ജിജ്ഞാസ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, ഈ ജീവിതത്തിൽ നിങ്ങളെ സ്വതന്ത്രനാക്കുന്ന ഉൾക്കാഴ്ചകൾ നേടുക എന്നതാണ്. അതുതന്നെയാണ് നമ്മൾ അടുത്തതായി പര്യവേക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലനിൽപ്പിനെ എങ്ങനെ മാറ്റിമറിക്കും എന്നത്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങൾ കണ്ടെത്തുന്നത് പാർട്ടികളിൽ പറയാൻ കൊള്ളാവുന്ന നല്ല കഥകൾക്ക് വേണ്ടി മാത്രമല്ല, അത് പരിവർത്തനത്തെക്കുറിച്ചാണ്. ഈ അറിവിന് നിങ്ങളുടെ നിലവിലെ ജീവിതത്തെ എങ്ങനെ സമൂലമായി മാറ്റിക്കഴിയുമെന്ന് ഞാൻ പങ്കുവയ്ക്കാം. ഒന്നാമതായി, ആവർത്തിച്ച് കാണിക്കുന്ന ആ കഠിനമായ പാറ്റേണുകൾ. എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ അവസാനിക്കുന്ന ബന്ധങ്ങൾ. ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത സാമ്പത്തിക പ്രതിസന്ധികൾ. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവ ഒന്നിലധികം ജീവിതങ്ങളിലുടനീളം ആവർത്തിക്കുന്ന കർമ്മ പാറ്റേണുകളായിരിക്കാം. ബുദ്ധമത പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സംയുക്ത നികായത്തിൽ ബുദ്ധൻ പറയുന്നു, വളരെ കാലമായി നിങ്ങളൊരു അമ്മയുടെ മരണം, ഒരു പിതാവിൻ്റെ മരണം അനുഭവിച്ചിരിക്കുന്നു. വളരെ കാലമായി നിങ്ങൾ കണ്ണുനീരൊഴുത്തിയിരിക്കുന്നു. നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അനന്തമായ ചക്രങ്ങളിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. എന്നാൽ അവബോധം ചക്രങ്ങളെ തകർക്കുന്നു. ഒരു പാറ്റേൺ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്ന് മാത്രമല്ല, മുൻകാല നിലനിൽപ്പുകളിൽ നിന്നുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒടുവിൽ അതിനെ മാറ്റാനുള്ള ശക്തി നിങ്ങൾ നേടുന്നു. ഉപേക്ഷിക്കപ്പെടുമെന്ന തങ്ങളുടെ വിശദീകരിക്കാനാവാത്ത ഭയം പല ജീവിതങ്ങൾക്ക് മുൻപ് യുദ്ധസമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതിൽ നിന്നാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയ ആളുകളോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ഭയത്തിൻ്റെ പുരാതന ഉറവിടം അവർ തിരിച്ചറിഞ്ഞതോടെ അവരുടെ നിലവിലെ ബന്ധങ്ങളുടെ പാറ്റേണുകൾ പൂർണ്ണമായി മാറിമറിഞ്ഞു. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം വിശദീകരിക്കാനാവാത്ത ആത്മബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്നു. ഈ ബന്ധങ്ങളെ മനസ്സിലാക്കുന്നത് അവിശ്വസനീയമായ സമാധാനം നൽകുന്നു. ആ ബുദ്ധിമുട്ടുള്ള കുടുംബാംഗം കാര്യങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഒന്നിലധികം ജീവിതങ്ങളിലുടനീളം ലഭിച്ച ആളായിരിക്കാം. ഒരു അപരിചിതനുമായുള്ള ആ പെട്ടെന്നുള്ള ആത്മബന്ധം എണ്ണമറ്റ പങ്കിട്ട നിലനിൽപ്പുകളിൽ നിന്നുള്ള തിരിച്ചറിവായിരിക്കാം. പിന്നീട് നിങ്ങളുടെ ഉദ്ദേശ്യത്തിൻ്റെ മിസ്റ്ററിയുണ്ട്. നിങ്ങളൊരു പ്രത്യേക ദൗത്യത്തോടെയാണ് ജനിച്ചതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്നാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? മുൻകാല ജീവിതങ്ങളിൽ നമ്മൾ ആരംഭിച്ച ആത്മീയ പ്രവർത്തനങ്ങൾ നമ്മൾ പലപ്പോഴും തുടരാറുണ്ട്. ബുദ്ധമത ആചാര്യന്മാർ പഠിപ്പിക്കുന്നു. ദലൈലാമയുടെ പുനർജനിച്ച ലാമകളെ തിരിച്ചറിയുന്ന പ്രക്രിയ ഈ തത്വത്തെ അടിസ്ഥാനമാക്കിയതാണ്. മുൻകാല ജീവിതങ്ങളിൽ നിന്നും വഹിക്കുന്ന അവരുടെ സ്വാഭാവിക അഭിരുചികളാലും കഴിവുകളാലും കുട്ടികൾ തിരിച്ചറിയപ്പെടുന്നു. നിങ്ങളുടെ അസാധാരണമായ താൽപ്പര്യങ്ങളോ കഴിവുകളോ നിങ്ങളുടെ ആത്മാവിൻ്റെ ദൈർഘ്യമേറിയ യാത്രയെ ചൂണ്ടിക്കാണിക്കുന്നു. പുരാതന ഭാഷകളോടുള്ള ആ ക്രമരഹിതമായ അഭിനിവേശം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന ചില കഴിവുകൾ നിങ്ങൾക്കുള്ള എളുപ്പം, ഇവ മുൻകാല നിലനിൽപ്പുകളിൽ നിന്നുള്ള തുടർച്ചയായ നൂലിഴകളായിരിക്കാം. അവ പര്യവേക്ഷിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഴത്തിലുള്ള ഉദ്ദേശ്യവുമായി നിങ്ങൾ പൊരുത്തപ്പെടുന്നു. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾ മരണത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെയും മാറ്റുന്നു. അംഗുത്തര നികായത്തിൽ ബുദ്ധൻ പഠിപ്പിക്കുന്നത് പുനർജന്മത്തെ മനസ്സിലാക്കുന്നത് മരണഭയത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു. മരണത്തെ ഒറ്റത്തവണയായ സംഭവമായി കാണുന്നതിന് പകരം ബോധത്തിൻ്റെ തുടർച്ചയായ അരിവിയുടെ ഭാഗമായി നിങ്ങളെ തിരിച്ചറിയുമ്പോൾ അവസാനത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാകുന്നു. നിങ്ങൾ ഈ ജീവിതത്തെ വളരെ നീണ്ടൊരു കഥയിലെ ഒരു അധ്യായമായി കാണുന്നു. എന്നാൽ കഴിഞ്ഞകാല ജീവിത അവശേഷിപ്പിൻ്റെ ആത്യന്തിക ശക്തി ദുഃഖത്തിൽ നിന്നുള്ള മോചനമാണ്. ഒന്നിലധികം ജീവിതങ്ങളിലുടനീളം കളിച്ച അറ്റാച്ച്മെൻറ്റിൻ്റെയും വിരക്തിയുടെയും പാറ്റേണുകൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാട് ലഭിക്കുന്നു. പല ജീവിതങ്ങളുടെ ലെൻസിലൂടെ വീക്ഷിക്കുമ്പോൾ ഇപ്പോൾ വളരെ പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുന്നു. ഈ കാഴ്ചപ്പാട് സ്വാഭാവികമായും വലിയ സമചിത്തതയിലേക്കും കാരുണ്യത്തിലേക്കും നയിക്കുന്നു. ധമ്മപദത്തിൽ ബുദ്ധൻ പഠിപ്പിച്ചതുപോലെ, പല ജനങ്ങളിലൂടെ ഞാൻ അലഞ്ഞുതിരിഞ്ഞു. ഈ വീട് പണിതവനെ തിരഞ്ഞു, പക്ഷേ കണ്ടെത്തിയില്ല. വീണ്ടും വീണ്ടും ജനിക്കുന്നത് വേദനാജനകമാണ്. നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ചക്രങ്ങളെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒടുവിൽ സ്വതന്ത്രനാകാൻ തുടങ്ങാം. എന്നാൽ ഇത് ചില ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ഇതിനു മുൻപ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും ജീവിക്കുമെങ്കിൽ അടുത്തതായി നിങ്ങൾ ആരായിരിക്കും? അത് നിങ്ങൾ ഇപ്പോൾ ആരാണ് എന്നതിനെ എങ്ങനെ ബാധിക്കുന്നു? ഇനി നമുക്ക് കഴിഞ്ഞകാല ജീവിതങ്ങൾ ഉയർത്തുന്ന ഏറ്റവും ആഴത്തിലുള്ള ചോദ്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാം. ബുദ്ധമത തത്വചിന്തയുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ചോദ്യങ്ങൾ.
ഇതിനു മുൻപ് നിങ്ങൾ എണ്ണമറ്റ ജീവിതങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായി നിങ്ങൾ ആരാകും? ബുദ്ധന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രവൃത്തികളാണ് നിങ്ങളുടെ ഭാവി പുനർജന്മത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ വളർത്തിയെടുക്കുന്ന ഗുണങ്ങളും നിങ്ങൾ വികസിപ്പിക്കുന്ന കാരുണ്യവും നിങ്ങളുടെ അടുത്ത നിലനിൽപ്പിന്റെ വിത്തുകളായി മാറുന്നു. എന്നാൽ പുനർജന്മം തുടരുകയാണെങ്കിൽ ബുദ്ധമത പരിശീലനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇത് പ്രധാന പഠനത്തിലേക്ക് എത്തിക്കുന്നു. പുനർജന്മത്തിന്റെ ചക്രം സംസാരം തന്നെയും ദുഃഖത്താൽ സവിശേഷതയുള്ളതാണ്. ലിബറേഷൻ എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തിത്വത്തിന്റെയോ ജീവിതകാലത്തിന്റെയോ പരിമിതികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ഡയമണ്ട് സൂത്ര പഠിപ്പിക്കുന്നത് പോലെ എല്ലാ സംയോജിച്ച കാര്യങ്ങളും ഒരു സ്വപ്നം പോലെയാണ്. ഒരു മിഥ്യ, ഒരു മഞ്ഞുതുള്ളി, ഒരു മിന്നൽ പിണർ. നിങ്ങൾ നിങ്ങളായി കണക്കാക്കുന്ന പ്രത്യേക സ്വത്വം താൽക്കാലികമാണ്. അതേസമയം അവബോധം തന്നെ സമയമില്ലാത്തതാണ്. എണ്ണമറ്റ ജീവിതങ്ങളിലുടനീളം നമ്മൾ ഒരേ ആത്മാക്കളുമായി ആവർത്തിച്ചു വഴിമുട്ടിയിട്ടുണ്ടെന്ന് ബുദ്ധമത പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ രക്ഷിതാവ് നിങ്ങളുടെ കുട്ടിയായിരുന്നിരിക്കാം, നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ സഹോദരനായിരുന്നിരിക്കാം, നിങ്ങളുടെ ശത്രു നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ച ഒരാളായിരുന്നിരിക്കാം. ഓരോ ബന്ധവും കർമ്മങ്ങൾ പരിഹരിക്കാനും ജ്ഞാനത്തിൽ വളരാനുമുള്ള അവസരം നൽകുന്നു. ടിബറ്റൻ സങ്കല്പമായ ടെൻഡ്രിൽ അല്ലെങ്കിൽ അനുകൂലമായ ബന്ധം സൂചിപ്പിക്കുന്നത് അർത്ഥവത്തായ ബന്ധങ്ങൾ അപൂർവമായി മാത്രമേ ഒരു തവണ സംഭവിക്കൂ എന്നാണ്. പരസ്പരം പഠിക്കേണ്ടത് പഠിച്ചു കഴിയുന്നതുവരെ നമ്മൾ ഒരേ ആത്മാക്കളിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്നു. അടുത്ത തവണ നിങ്ങൾ ആരെങ്കിലുമായി തർക്കത്തിലേർപ്പെടുമ്പോൾ സ്വയം ചോദിക്കുക, നമ്മുടെ പങ്കിട്ട ഭൂതകാലത്തിൽ നിന്ന് നമ്മൾ എന്താണ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? എത്ര തവണ നിങ്ങളിവിടെ വന്നിട്ടുണ്ട്? ബുദ്ധമത പ്രപഞ്ചശാസ്ത്രം സൂചിപ്പിക്കുന്നത് പുനർജന്മത്തിന്റെ ചക്രം സങ്കൽപ്പിക്കാൻ കഴിയാത്തത്ര നീണ്ടകാലമായി നടക്കുന്നുവെന്നാണ്. സംയുക്ത നികായത്തിൽ ബുദ്ധൻ പറയുന്നു, എണ്ണമറ്റ പുനർജന്മങ്ങളിലൂടെ നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർ 4 മഹാസമുദ്രങ്ങളെക്കാൾ കൂടുതൽ നിറയ്ക്കുമെന്ന്. അത് ഒരുപാട് കഴിഞ്ഞകാല ജീവിതങ്ങളാണ്. ചിലർ ചിന്തിക്കുന്നുണ്ടാകാം, എനിക്കിതിനകം തന്നെ ഇത്രയധികം അവസരങ്ങൾ ലഭിച്ചിട്ടും ഞാൻ ഇപ്പോഴും ഇവിടെയുണ്ടെങ്കിൽ എനിക്കെന്തു പ്രതീക്ഷയാണുള്ളത്? എന്നാൽ ബുദ്ധൻ ഊന്നി പറഞ്ഞു, മനുഷ്യ പുനർജന്മം വിലപ്പെട്ടതാണെന്ന്. കാരണം അത് ഉണർവിനുള്ള ഏറ്റവും നല്ല അവസരം നൽകുന്നു. മൃഗങ്ങളിൽ നിന്നോ മറ്റു മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യർക്ക് കഷ്ടപ്പാടുകളെക്കുറിച്ചുള്ള അവബോധവും അതിനെ മറികടക്കാനുള്ള കഴിവുമുണ്ട്. ഓരോ മനുഷ്യജീവിതവും ഒരു അപൂർവ അവസരമാണ്. ഇത് പക്ഷേ ഏറ്റവും ആഴത്തിലുള്ള ചോദ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. ഇത് നിങ്ങളുടെ അവസാനത്തെ ജീവിതകാലമായിരിക്കാമോ? ബുദ്ധന്റെ അഭിപ്രായത്തിൽ അതെ. ബുദ്ധമത പരിശീലനത്തിന്റെ മുഴുവൻ പാതയും പുനർജന്മത്തിന്റെ ചക്രത്തിൽ നിന്നുള്ള മോചനത്തെയാണ് ലക്ഷ്യമിടുന്നത്. ജീവിതം മോശമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഉണരുന്നത് ഏതെങ്കിലും ഒരു ജീവിതകാലത്തിന്റെ പരിമിതികളെ മറികടക്കുന്നു. നിർവ്വാണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോയിൽ നമ്മൾ പര്യവേക്ഷിച്ചു. പുനർജന്മത്തിന്റെ ചക്രത്തിൽ നിന്നും മുക്തനാവുക എന്നത് എന്താണെന്നർത്ഥമാക്കുന്നു. ഇത് നിലനിൽപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിലേക്ക് ഉണരുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളിൽ ഒരിക്കലും ജനിക്കാത്തതും ഒരിക്കലും മരിക്കാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ കഴിഞ്ഞ കാലത്തെയും ഭാവിയിലെയും ജീവിതങ്ങളെക്കുറിച്ചുള്ള ചോദ്യം മാറിമറിയുന്നു. ഡയമണ്ട് സൂത്ര പറയുന്നത് പോലെ എല്ലാ സംയോജിച്ച കാര്യങ്ങളും ഒരു സ്വപ്നം പോലെയാണ്. ഒരു മിഥ്യ, ഒരു മഞ്ഞുതുള്ളി, ഒരു മിന്നൽ പിണർ. വളരെ ദൃഢമെന്ന് തോന്നുന്ന നിങ്ങളുടെ പ്രത്യേക സ്വബോധം യഥാർത്ഥത്തിൽ ഒരു താൽക്കാലിക കോൺഫിഗറേഷൻ മാത്രമാണ്. എന്നിട്ടും ഈ ജീവിതങ്ങൾക്കെല്ലാം സാക്ഷി വഹിക്കുന്നത് സമയമില്ലാത്തതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി മാത്രം പുനർജനിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഉന്നതരായ പരിശീലകരെക്കുറിച്ച് ചില ബുദ്ധമത പാരമ്പര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. മൈത്രേയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ഈ ബോധിസത്വന്മാർ അവരുടെ കഴിഞ്ഞകാല ജീവിതങ്ങളും ഉദ്ദേശങ്ങളും അറിയുന്നു. ആ തലത്തിലുള്ള വൈദഗ്ധ്യത്തിന് പല ജീവിതങ്ങൾ വേണ്ടിവന്നേക്കാമെങ്കിലും കൂടുതൽ അവബോധത്തിലേക്കുള്ള ഓരോ ചുവടും അർത്ഥവത്താണ്. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ ചിന്താവിഷയം. ഓരോ ദിവസത്തെയും എണ്ണമറ്റ മുൻകാല ജീവിതങ്ങളുടെ ഫലമായും നിങ്ങളുടെ ഭാവി നിലനിൽപ്പിന്റെ കാരണമായും നിങ്ങൾ സമീപിച്ചാൽ എന്താകും? നിങ്ങൾ എങ്ങനെ വ്യത്യസ്തമായി ജീവിക്കും? ഏത് പാറ്റേണുകളാണ് നിങ്ങൾ അവസാനം തകർക്കുക? ഏത് ഗുണങ്ങളാണ് നിങ്ങൾ വളർത്തിയെടുക്കുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ ദാർശനിക ധാരണയെ മാത്രമല്ല ശൂഭപ്പെടുത്തുന്നത്, ഇവ നിങ്ങൾ ഇപ്പോഴെങ്ങനെ ജീവിക്കുന്നു എന്നതിനെ മാറ്റിമറിക്കുന്നു. നമുക്കിതെല്ലാം ഒന്നിച്ചു ചേർക്കാം. കഴിഞ്ഞകാല ജീവിതങ്ങളെക്കുറിച്ചുള്ള ബുദ്ധമത ധാരണയിലൂടെ നമ്മൾ സഞ്ചരിച്ചു. സംശയികളെ പോലും ചിന്തിപ്പിക്കുന്ന തെളിവുകൾ മുതൽ നിങ്ങളുടെ കഴിഞ്ഞകാല നിലനിൽപ്പുകളിൽ നിന്നുള്ള ഓർമ്മകൾ നിങ്ങൾ പേറുന്നുണ്ടാകാമെന്നതിൻ്റെ ലക്ഷണങ്ങൾ വരെ, ആ ഓർമ്മകളിലേക്ക് സ്വയം പ്രവേശിക്കാനുള്ള തന്ത്രങ്ങൾ, അവസാനം ഈ അവബോധം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റാമെന്നതിലേക്ക്. പുനർജന്മത്തെ മനസ്സിലാക്കുക എന്നത് വെറുമൊരു ദാർശനിക ഊഹാപോഹമല്ലെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമായി ജീവിക്കുന്നതിനുള്ള പ്രായോഗിക ജ്ഞാനമാണത്. നിങ്ങളുടെ ബോധം ഇതിനു മുൻപ് പല രൂപങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ എല്ലാം മാറിമറിയുന്നു. നിങ്ങളുടെ മുൻഗണനകൾ വ്യക്തമാകുന്നു, നിങ്ങളുടെ ഭയങ്ങൾ കുറയുന്നു, നിങ്ങളുടെ കാരുണ്യം വികസിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കുക. നിങ്ങളുടെ വിശദീകരിക്കാനാവാത്ത ഭയങ്ങൾ, കഴിവുകൾ, ആകർഷണങ്ങൾ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിന്നുള്ള പ്രതിധ്വനികളായിരിക്കാം. നമ്മൾ പങ്കുവെച്ച തന്ത്രങ്ങൾ, ധ്യാനം, സ്വപ്നപ്രവർത്തനം, സന്ധ്യാ അവബോധം ഈ ഓർമ്മകളിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കും.
മുൻകാല ജീവിതങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ കർമ്മ പാറ്റേണുകൾ മനസ്സിലാക്കുന്നത് അവസാനം അവയെ മാറ്റാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധങ്ങൾ പല ജീവിതങ്ങളായുള്ള കണക്ഷനുകളുടെ തുടർച്ചയായിരിക്കാം. ഈ മനുഷ്യജീവിതം മുഴുവൻ ചക്രത്തിൽ നിന്നും ഉണരുന്നതിനുള്ള അപൂർവ അവസരം നൽകുന്നു. ബുദ്ധന്റെ ശക്തമായ ഒരു ഉദ്ധരണി ഞാൻ നിങ്ങൾക്ക് നൽകാം. ഉദയസൂര്യന്റെ മുന്നോടിയാണ് പ്രഭാതം എന്നതുപോലെ നിർവ്വാണത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മുന്നോടിയാണ് ചതുരാര്യ സത്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ്. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വളരുന്ന അവബോധം ഈ പുലരി വെളിച്ചത്തിന്റെ ഭാഗമാണ്. ഇത് ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് പാതയിലുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ്. ഇനി എനിക്ക് ജിജ്ഞാസയുള്ള കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓർമ്മയായിരിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പക്ഷേ അവഗണിക്കാൻ കഴിയാത്തത്ര യാഥാർത്ഥ്യമെന്ന് തോന്നിയ ഒരു സ്വപ്നമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിശദീകരിക്കാനാവാത്ത അറിവോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കുക. നിങ്ങളുടെ കഥ മറ്റുള്ളവരെ അവരുടെ സ്വന്തം കഴിഞ്ഞകാല ജീവിത ബന്ധങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചേക്കാം. ഈ വീഡിയോ സഹായകരമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക. കാന്തം പോലെ നിങ്ങളെ ആകർഷിക്കുന്ന ജ്ഞാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ കാന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പരക്കട്ടെ പ്രകാശം.